ഏതായാലും KSRTC ഡ്രൈവറും ഒരു വശത്തും മേയറും MLA യും പാർട്ടിയും ഗവൺമെന്റും എല്ലാം ചേർന്ന് മറുവശത്ത് നിന്നുകൊണ്ടുള്ള കളി തുടരുകയാണ്. കളി എവിടെ വരെ വേണി പോട്ടെ. സ്ത്രീകളെ അപമാനിച്ചതിന് വലിയ തോതിൽ കൂട്ടത്തോടെ ആളുകളാണ് ഇവിടെ വന്നത്. ഞാൻ ഇന്നലെ അനീഷ എന്ന് പറയുന്ന APPയുടെ ഒരു മരണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്തപ്പോൾ എത്ര അപമാനകരമായിട്ടാണ് ആ മരിച്ച അനീഷ എന്ന് പറയുന്ന APPക്കെതിരായി സഖാക്കളുടെ സംഘടനയും സഖാക്കളും നേതാക്കളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയൊന്നും ആര്യ രാജേന്ദ്രൻ എന്ന മേയർക്കെതിരെ പറഞ്ഞിട്ടില്ലല്ലോ. ഇത് പച്ചയ്ക്ക് ഈ അനീഷ എന്ന് പറയുന്ന ആ ആത്മഹത്യ ചെയ്ത വക്കീലിനെതിരെ പറയുന്നു. അതിനിടയ്ക്ക് ഒരു കുഴപ്പവുമില്ല. മുമ്പ് KK രമയ്ക്കെതിരെ വന്നപ്പോഴില്ല, രമ്യ ഹരിദാസിനെതിരെ വന്നപ്പോഴില്ല ഈ ആരോപണം. ഈ ഒരു ആരോപണം വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധി ആര്യ രാജേന്ദ്രൻ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഉദാഹരണം, അവർക്കെതിരെ കേസ് വന്നിരിക്കുന്നു. കേസ് അത്ര വലിയ വിഷയമല്ല. കാരണം നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ പോലീസിലെ റൈറ്റർ എന്ന് പറയുന്ന പണ്ടത്തെ പോസ്റ്റുണ്ട്. കേസ് എഴുതുന്നവരാണ്. ഒരു കുനിപ്പ് മാറ്റുകയോ കുനിപ്പ് തിരിച്ചിടുകയോ ചെയ്താൽ ഏത് കേസും ഇല്ലാതാവും എന്നാണ് പതിവ് തമാശ പറയാറുള്ളത്. ഇവിടെ എല്ലാ സംവിധാനങ്ങളും കൂടെ നിൽക്കുന്നു. പോലീസിന്റെ 100% ഭരണം നിയന്ത്രണത്തിലിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്. അങ്ങനെ വരുമ്പോൾ ആര്യ രാജേന്ദ്രനെതിരായ കേസ് അല്ലെങ്കിൽ സച്ചിൻ ദേവിനെതിരായ കേസ്, MLAക്കെതിരായ കേസ് എത്രത്തോളം മുമ്പോട്ട് പോകും എന്ന് നമുക്ക് ഭയപ്പെടേണ്ടതുണ്ട്. കാരണം ഈ ഗവൺമെന്റ് ഏതെങ്കിലും CPM-കാരെ ശിക്ഷിച്ച ഒരു കേസ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഗവൺമെന്റ് എല്ലാ കേസുകളിലും CPM-കാരെ, അത് വളയാറായാലും വണ്ടിപ്പെരിയാറായാലും ഒക്കെ തന്നെ CPM-കാർ പ്രതികളാണെങ്കിൽ അവരെ രക്ഷിക്കുന്ന ഒരു നിലപാടാണ് നമ്മുടെ പോലീസ് എടുത്തിട്ടുള്ളത്. അവരെ സംരക്ഷിക്കുകയാണ്. ഇവിടെയും സംരക്ഷിക്കേണ്ടി വരും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. കോടതി ആവശ്യപ്പെട്ടിട്ടാണ് ഈ വകുപ്പുകൾ ചേർത്ത് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. കോടതി ആവശ്യപ്പെട്ട് കേസെടുത്തതായതുകൊണ്ട് കോടതിയിൽ ഇവരെ ഹാജരാക്കേണ്ടി വരും. കോടതിയിൽ ഹാജരാക്കി ജാമ്യം എടുക്കേണ്ടി വരും. എന്തായാലും ജാമ്യം എടുക്കേണ്ടി വരും തന്നെയാണ് നമ്മൾ കാണുന്നത്. കുറച്ചു കാലമൊക്കെ ഭരണാധികാരം ഉപയോഗിച്ച് നിൽക്കാം. പോലീസ് കണ്ടില്ല എന്ന് പറയും, ആര്യ രാജേന്ദ്രനെ കണ്ടില്ല എന്ന് പറയും. അവര് മേയറുടെ ചേംബറിൽ ഇരിക്കുമ്പോഴും ഇവർ കണ്ടില്ല എന്ന് പറയും. അങ്ങനെയാണല്ലോ. ചില നേതാക്കന്മാരെ കാണുവാനില്ല എന്ന് എഴുതും. അയാൾ രാവിലെ വന്ന് പത്രസമ്മേളനം നടത്തും, ഉച്ചയ്ക്ക് പ്രസംഗിക്കും, വൈകുന്നേരം സമരം നടത്തും. ഇതൊക്കെ ചെയ്യും. പക്ഷെ അയാളെ കിട്ടില്ല, പോലീസിന് കിട്ടില്ല. അതുപോലെയൊക്കെ ചെയ്യാം. മേയർ ആര്യ രാജേന്ദ്രനോ സച്ചിൻ ദേവോ പൊതു ഇടപെടലിൽ വന്നാലും പോലീസ് കണ്ടില്ല എന്ന് പറയാം. പക്ഷെ ഒരു ഘട്ടം കഴിയുമ്പോൾ കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ടി വരും, മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരും. ഇത് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാൻ കഴിയാത്ത, നമ്മുടെ കോടതിയിൽ മാത്രം ജാമ്യം കിട്ടുന്ന, അങ്ങനെയാണ് നമ്മൾ കോഗ്നൈസബിൾ, നോൺ കോഗ്നൈസബിൾ എന്നൊക്കെ പറയുന്നത്. വേഗം അറസ്റ്റ് ചെയ്യാമെന്നും അതുപോലെ നോൺ ബെയിലബിൾ എന്നൊക്കെ പറയുന്നത്. നോൺ ബെയിലബിൾ എന്ന് പറഞ്ഞാൽ ബെയിൽ നേരിട്ട് കിട്ടില്ല, ബെയിൽ കോടതിയിൽ പോയി എടുക്കണമെന്നാണ്. അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം എടുക്കണം. ഇനിയിപ്പോൾ മുൻകൂർ ജാമ്യത്തിന് പോകുമോ, കോടതിയിൽ പോയി ബെയിൽ എടുക്കുമോ, ഇതൊക്കെ നമ്മൾ കണ്ടറിയണം. പക്ഷെ ഒരു സംശയം കൂടി എനിക്കുണ്ട്. ഈ മൊത്തം തിരക്കഥയ്ക്ക് പിന്നിൽ കേവലം പ്രതിപക്ഷം വന്നിട്ടില്ല. യദു എന്ന് പറയുന്ന ഒരു ദുർബലനായ കണ്ടക്ടറേ ഉള്ളൂ. അയാൾക്ക് യൂണിയൻ ഇല്ല. പക്ഷെ എങ്കിലും ഇത് ഇത്രയ്ക്ക് കത്തിയതിന് പിന്നിൽ എനിക്ക് തോന്നുന്നത് CPM-നകത്ത് തന്നെയുള്ള ഒരു വിഭാഗം ആര്യ രാജേന്ദ്രനെതിരായി കളിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഞാൻ പറയാൻ കാരണം, ഇതിനു മുമ്പ് ഇതേ മേയർക്കെതിരായി വലിയൊരു വിവാദമുണ്ടായി, നമ്മൾ ഓർമ്മയുണ്ട്. മേയറുടെ ഒപ്പിട്ട് മേയറുടെ ലെറ്റർ ഹെഡിൽ കൊടുത്തൊരു കത്ത് കേരളം മുഴുവൻ ഓടിയാണ്. ആനാവൂർ നാഗപ്പൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറിക്കാണ് ആ കത്ത് കൊടുത്തത്. ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്രയും ഒഴിവുകൾ ഉണ്ടാവും, ഇതിലേക്ക് വേണ്ട ആളെ കണ്ടെത്തി തരണം എന്ന് PSCക്ക് കത്ത് കൊടുക്കുന്ന പോലെ ആനാവൂർ നാഗപ്പന് മേയർ കൊടുത്ത കത്ത്. പിന്നെ പറഞ്ഞു ആ കത്ത് വ്യാജ്യമാണ്. ശരി, വ്യാജ്യമാവട്ടെ. ആ കത്ത് എങ്ങനെ മേയറുടെ ഒപ്പിട്ട് പുറത്തിറങ്ങി? എന്തായാലും അത് വേറെ ആരെങ്കിലും ചെയ്ത് കാണാൻ വഴിയില്ലല്ലോ. ആ കത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? ആ കത്ത് എങ്ങനെ ഉണ്ടായി? എന്തെങ്കിലും അന്വേഷണം ഉണ്ടോ? ആർക്കെങ്കിലും അറിയാമോ എന്താ സംഭവിച്ചെന്ന്? ഈ മേയർക്ക് വേറെ എവിടെയോ പോയിട്ട് കാർ പാർക്കിങ്ങിന് തടസ്സമുണ്ടെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു താൽക്കാലിക തൊഴിലാളിയെ പിരിച്ചുവിട്ട മേയറാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ മേയറെ കുറ്റം പറയല്ല, പക്ഷേ ഇമ്മച്ചുവറാണ് മേയർ എന്ന് പാർട്ടിക്ക് പോലും തോന്നി തുടങ്ങി കാണാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇമ്മച്ചുവറാണെന്ന് തോന്നിയാൽ, കാരണം അടുത്ത വർഷം നഗരസഭയിലേക്ക്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരെയാണ്. ഈ മേയറെ മുൻനിർത്തിയാണോ മത്സരിക്കാൻ പോകുന്നത്? ഈ മേയർക്കുള്ള ജനങ്ങളുടെ പ്രീതി എന്താണ്? ഇത് ഒഴിവാക്കണമെങ്കിൽ ഈ മേയറെ ഒന്നുകിൽ ഒഴിവാക്കണം, അല്ലെങ്കിൽ വേറെ തരത്തിൽ അടുത്ത തവണ മത്സരിപ്പിക്കാതിരിക്കണം. CPM എന്താണ് ചെയ്യുക എന്നൊന്നും നമുക്കറിയില്ല. മേയർ ഇപ്പോൾ ചെറിയ തോതിൽ ഒരു കുടുക്കിലാണ് എന്നേ പറയണം.